ഒരാഴ്ച നീളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക യാത്രയിൽ അദ്ദേഹം ആദ്യം ഫ്രാൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഫ്രാൻസിൽ അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. നാസിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് ഉന്നതതല ഫ്രഞ്ച് പ്രതിനിധി സംഘങ്ങളാണ്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഔദ്യോഗിക സ്വീകരണമാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഫ്രഞ്ച് വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ബഹിരാകാശ മന്ത്രി, ഇന്ത്യയിലെ ഫ്രാൻസിന്റെ അംബാസിഡർ, ഇവരെല്ലാവരും തന്നെ ഈ നേതൃത്വത്തിലുള്ള ഇവരെല്ലാവരും ഉന്നതതല പ്രതിനിധി സംഘം ഈ വിമാനത്താവളത്തിൽ എത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധങ്ങൾക്ക് ഫ്രഞ്ച് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഒരു സൂചനയായിരുന്നു ഈ സ്വീകരണത്തിന്റെ നയതന്ത്ര നിലയിൽ തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോകൾ വൈറലായി മാറുകയും ചെയ്യുകയാണ്. ഫ്രഞ്ച് മണ്ണിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുപ്രധാന അന്താരാഷ്ട്ര കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നതിനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം ആരംഭിച്ചത്. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം മറ്റ് രാജ്യങ്ങളിലേക്കും അദ്ദേഹം യാത്ര തുടരും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നേ ദിവസം, അതായത് ഞായറാഴ്ച, നീസ് നഗരത്തിൽ വെച്ച് ഇരു നേതാക്കളും തമ്മിൽ നിർണായകമായ ഉഭയകക്ഷി ചർച്ച നടക്കുകയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഈ ഒരു വർഷം ആദ്യം തന്നെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് തന്നെ ഉയർത്തപ്പെടും. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും അവിടെ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായുള്ള വിശദമായ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇന്ത്യൻ സർക്കാർ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ആഗോള ഇന്നോവേഷൻ കോൺക്ലേവായ ഭാരത് ഇന്നോവേറ്റ്സ് 2026 അതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സാന്നിധ്യത്തിലായിരിക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള പ്രമുഖ സ്റ്റാർട്ടപ്പുകളും ഈ ഒരു വെർച്വൽ ക്യാപിറ്റൽ ഫണ്ടുകളും ഈ ഒരു വൻകിട കോൺക്ലേവിൽ പങ്കാളികളാകുന്നുണ്ട്. അതേപോലെ ഫ്രാൻസിലെ ആദ്യഘട്ട സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ആകട്ടെ സ്ലോവാക്യയിലേക്ക് തിരിക്കും. ഇന്ത്യൻ നയതന്ത്ര രംഗത്ത് ചരിത്രപരമായ ഒന്നായിരിക്കും ഈ ഒരു സന്ദർശനം എന്നതാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം 1993 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടായിരിക്കാം സ്ലോവാക്യ എന്ന രാജ്യത്തേക്ക് സന്ദർശനത്തിനായി തന്നെ എത്തുന്നത്. സ്ലോവാക്യൻ തലസ്ഥാനത്ത് വെച്ചുകൊണ്ട് പ്രസിഡന്റ് പീറ്റർ ആകട്ടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ എന്നിവരുമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചർച്ചകൾ നടത്തും. അടുത്തിടെ പ്രമുഖ ബിസിനസ് പ്രമുഖരുമായും അദ്ദേഹം അവിടെ സംവദിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ജൂൺ 16 G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി തന്നെ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലേക്ക് മടങ്ങും. ഫ്രാൻസിലെ എവിനായിൽ വെച്ചാണ് ഇത്തവണത്തെ G7 ഉച്ചകോടി നടക്കുന്നത്. അതേസമയം G7 ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയും അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച അവിടെ നടക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച നിർണായക ചർച്ചകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാന അജണ്ടയായിരിക്കുമെന്നതാണ് വൈറ്റ് ഹൗസ് ഇതിനോടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരാഴ്ചത്തെ യൂറോപ്യൻ പര്യടനം എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.